പല വീഡിയോയിലും പറഞ്ഞാണ് ഇപ്പം പ്രൊജക്റ്റ് കഴിയുമ്പോൾ കോൺട്രാക്ടറും വീട്ടുകാരും തമ്മിൽ ശരിയാകാതെ വരാറുണ്ട്. അല്ലെങ്കിൽ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടാപ്പ് ചെറിയ ലീക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ സ്വാഭാവികമായിട്ടും വരാം. ഏത് പ്രൊജക്റ്റിലും വരാം, വരാതിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 വർഷത്തിനിടയിൽ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോഴെന്തായിരുന്നു തേജസ് കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ചെറിയ 1-2 കുഞ്ഞു കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനൊക്കെ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറയുക, വിഷ്ണുവിനെ വിളിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ ഓൺ ദി സ്പോട്ടാണ്. അത് വെച്ചാൽ ഒരു ദിവസം പോലും വൈകുന്നില്ല ആൾ വരുന്നത്. ചെറിയൊരു മോഡിഫിക്കേഷൻസ് ആണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു ഗ്രില്ലിൻ്റെ കാര്യമാണ്. അപ്പം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിന്ന് ആ ഒരു ഉത്തരവാദിത്തോടുകൂടി വീണ്ടും അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിശ്വാസം കൂടുക ചെയ്യുന്നത്. അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം വെച്ചാൽ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. പക്ഷേ ഇവിടെ ദൈവം സഹായിച്ച് ഇതുവരെ വലിയ ഇഷ്യൂസ് വന്നില്ലെങ്കിൽ പോലും ചെറിയൊരു ചേഞ്ചസ് പോലും വരുത്തുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷ്ണുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ പക്ക 100% ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് കാരണം നമുക്ക് ഞാനും വൈഫും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. നമുക്ക് ആ ഒരു എല്ലാ ഓട്ടത്തിനിടയ്ക്കും നമുക്കൊരു സമാധാനമാണ് ആ ഒരു കാര്യം. കാരണം ഒരു ചെറിയ മെയിൻ്റനൻസ് എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു മെയിൻ്റനൻസ് നമുക്ക് വയ്ക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്നതെന്ന് പറയുന്നത് ദാറ്റ് ഇസ് 100%. ഇപ്പോഴും എന്നെ വിളിച്ച് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തേജസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞതും ഇത് തന്നെയാണ്. കാരണം നമുക്കൊരു വീട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് നമുക്കൊരു സൊല്യൂഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. മേഡം എന്താണ് പറയാനുള്ളത്? ഞാനാണ് കൂടുതൽ വിഷ്ണുവിനെ വിളിക്കാറുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷേ അത് ഒരു തവണ പോലും വിഷ്ണു ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും തിരക്കുണ്ടായിട്ടും ഒരു തവണ പോലും ഫോൺ എടുക്കാതിരിക്കുകയോ അതിനൊരു പരിഹാരം കണ്ടു തരാതിരിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഒരു നിമിഷം വരെ. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് എനിക്കൊരു നമ്മുടെ ഈ വീട് വെച്ച സമയം എന്ന് വെച്ചാൽ കോവിഡിൻ്റെ ടൈമാണ്. അതെ അതെ അതെ. അതായത് ഈ വീട് വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഉള്ള സാധനങ്ങളുടെ വിലയെക്കാട്ടിയും വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മിഡിലെത്തിയപ്പോഴത്തേക്ക് എല്ലാം കൂടി. അപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ആ ഒരു വർക്ക് അതേ ഇതിനോട് നിന്ന് ആ ഒരു സ്തുത്യർഹമായിട്ട് ചെയ്ത് ആ ടൈം പീരീഡിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര. കാരണം ഞങ്ങൾക്ക് ഓരോ ദിവസം മുന്നോട്ട് പോയാലും ഓരോ റേറ്റ് കൂടിക്കൂടി വരികയാണ്. പക്ഷേ ആ ഒരു കോട്ട് ആ ഒരു ഇത് ക്വാളിറ്റി വൈസ് എവറിത്തിങ് അത് ഞാൻ എപ്പോഴും നമുക്കൊരു ക്രെഡിബിലിറ്റി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ച് തോന്നുന്നൊരു റീസൺ അതാണ്. കാരണം ആ ടൈം ആ ഒരു പ്രോജക്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക അതിന് ആ ഒരു നിന്ന് അത്രയും ഇത് കോസ്റ്റ് കൂടുമ്പോഴും അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ആ ടൈമിന് ചെയ്തു തന്നത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിലൊരു സ്ഥാനം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ്.